കിട്ടിയ തലതിരിഞ്ഞ വീടില്ലേ, ആ വീട്ടിലെ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പോയാലോ? എനിക്ക് ഈ വീട് കണ്ടപ്പോഴുള്ള ഫസ്റ്റ് ഡൗട്ടായിരുന്നു, ഈ കാർ എങ്ങനെയാണ് മേലെ ഹോൾഡ് ചെയ്ത് വെച്ചത്? അതെങ്ങാനും നമ്മൾ താഴെ നിൽക്കുമ്പോൾ നമ്മുടെ തലയിൽ വീഴോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നേ. ഈ കാണുന്നതാണ് കേട്ടോ ഏഷ്യയിലെ ഏറ്റവും വലിയ ചക്കശില്പം. ഇതെനിക്ക് മുന്നേയുള്ള അറിവൊന്നുമല്ല, അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത് ഈ സാധനം ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് അവിടെ ഉള്ളത് ഊഞ്ഞാലാണ്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഊഞ്ഞാലാണ്. അതുകൊണ്ട് കുറേ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ 100 രൂപയാണ് ഫീസ്. പിന്നെ നമുക്കൊരു ഗൈഡിനെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഗൈഡ് വന്നാൽ മാത്രമേ നമ്മളെ ഉള്ളിൽ കയറ്റത്തുള്ളൂ. അപ്പോൾ ഗൈഡ് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഗൈഡിനെ പൊളിയായിരുന്നു. ഗൈഡ് നമുക്കെല്ലാം പറഞ്ഞു എന്താ സംഭവം, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഈ കരയുന്ന കുട്ടീനെ ചിരിപ്പിക്കുന്ന ഒരു മാജിക്കാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ കുട്ടി സ്മൈൽ ചെയ്തില്ലേ? അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഗൈഡ് പറഞ്ഞിരുന്നത്, ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ആയിട്ടല്ലേ കാണുന്നത്. ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് പോയാൽ നമുക്ക് ഈ ട്രയാങ്കിളാണ് കേട്ടോ കാണുന്നത്. എങ്ങനെയുണ്ട്? ഇതുപോലെ ചെറുതായിട്ടൊരു വണ്ടറടിക്കുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല, എനിക്ക് തോന്നിയായിരുന്നു. ഇതൊരു ഇല്യൂഷൻ കൈൻഡ് സാധനമാണ്. എനിക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. ഇത് അവിടെ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു, നമുക്കൊക്കെ ഇഷ്ടമായി. ഇതൊരു റിയലിസ്റ്റിക് ഫോട്ടോ സെക്ഷനാണ്. ഈ ഒരു മീനിനെ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ഫോട്ടോ നമുക്ക് കിടിലം പോലെ എടുക്കാൻ പറ്റും. ഇത് പൊളിയായിരുന്നു. എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പൊളിച്ചേനെ, അടിപൊളി പിക്ക് ഞാൻ വേറെ ആൾക്കാർ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊട്ടും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ അടുത്തൊരു ഹൈലൈറ്റാണ് ഇത്. ഈ കാണുന്ന പിക്കിലുള്ളത് പോലെ ഉണ്ടാവുക. ഇതൊരു 2000 അടി താഴ്ചയിലാണ് ആ വെള്ളം കിടക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞു, നമുക്കാണെങ്കിൽ എക്സ്പ്രഷൻ വന്നില്ല, കയ്യിൽ നിന്നിട്ടതാണ് ഇത്. എങ്ങനെയുണ്ട്, ചളായോ? പിന്നെ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റാണിത്. നമ്മൾ മൈ ഡിയർ കുട്ടിച്ചാത്തനിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ചുമരുമ്പിൽ കയറുന്ന സംഭവം, അതേ സംഭവമാണ് ഇത്. അതേപോലെ തന്നെയാണോന്ന് എനിക്കറിയില്ല, എന്നാലും ഏകദേശം അതേപോലെ ഉണ്ടാവും ഫോട്ടോ ഒക്കെ എടുത്താൽ. പിന്നെ ഇങ്ങനത്തെ ഫ്രെയിംസ് ഉണ്ടായിരുന്നു, ലൈവ് ഫ്രെയിംസ്. അപ്പോൾ അതിൽ നമ്മൾ കുറേ ഫോട്ടോസ് ഇട്ടായിരുന്നു കേട്ടോ, നല്ല ഫോട്ടോസ് ഇട്ടായിരുന്നു. പിന്നെ ചെറിയ മിനി അക്വേറിയം ഉണ്ടായിരുന്നു, അത് നിയൂന് അടിപൊളിയായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ അങ്ങനെ മീനൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ വേറൊരു ഹൈലൈറ്റാണ് ഇത് DJ. നമുക്കിഷ്ടമുള്ള പാട്ട് വെക്കാം. വേറൊരു എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ, നമുക്ക് തന്നെ ഈ DJ റൂമിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പൊള്ളി വൈബായിരുന്നു, നമുക്ക് വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും 100 റുപ്പീസിന് ഭയങ്കര വേർത്തായിട്ടുള്ള എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഇതിലും കുറച്ചും കൂടി ഉണ്ട്. ഇത് എല്ലാം കാണിച്ചാൽ നിങ്ങൾക്ക് പോകാനുള്ളൊരു ത്വര ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോൾ see you guys.